ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ലൈഫ് ട്രാക്ക് മലയാളം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ 9th ഡേയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫിസിക്സ് വിഭാഗത്തിൽ നിന്നുള്ള ഒരു കുഞ്ഞു മോക്ക് ടെസ്റ്റാണ്. ഒരു 20 ചോദ്യങ്ങൾ ഞാൻ തരാം. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് സത്യസന്ധമായിട്ട് തന്നെ കമൻറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ മോക്ക് ടെസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആസ് യൂഷ്വൽ പറയുന്ന പോലെ ലൈഫ് ട്രാക്കിൻ്റെ സൈഡിൽ നിന്ന് PSCയുടെ SSCയുടെ ഏതെങ്കിലും തരത്തിലുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൺസേൺ ടീമിനെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ ഏതെങ്കിലും ക്ലാസ് നമ്മുടെ സൈഡിൽ നിന്ന് വേണം അല്ലെങ്കിൽ മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ അതും ഇൻഫോം ചെയ്യാം. നമ്മുടെ കൺസേൺ ടീം അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും അതുപോലെ എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ മോക്ക് ടെസ്റ്റിലേക്ക് കിടക്കാം. 20 ചോദ്യങ്ങൾ ഞാൻ MCQ ലെവലിലാണ് തരുന്നത്. ലാസ്റ്റ് ഞാൻ അതിൻ്റെ ആൻസർക്ക് നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാനോ നോട്ട് എഴുതാനോ എന്നുള്ള എളുപ്പത്തിന് ഞാൻ 1 വേർഡ് ആയിട്ട് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കടലുകളുടെ ആഴം അളക്കുന്നതിനും കടലിനടിയിലുള്ള വസ്തുക്കളെ കണ്ടെത്തുന്നതിനും ഉപയോഗിക്കുന്ന സോണാർ സാങ്കേതിക വിദ്യയിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഏവ? ഓപ്ഷൻ എ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ, ഓപ്ഷൻ ബി അൾട്രാസോണിക് തരംഗങ്ങൾ, ഓപ്ഷൻ സി റേഡിയോ തരംഗങ്ങൾ, ഓപ്ഷൻ ഡി മൈക്രോവേവ് തരംഗങ്ങൾ. ഉത്തരം ഓപ്ഷൻ ബി അൾട്രാസോണിക് തരംഗങ്ങൾ. രണ്ടാമത്തെ ചോദ്യം. വായുവിലൂടെയോ വെള്ളത്തിലൂടെയോ സഞ്ചരിക്കുന്ന പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്ന പ്രതിഭാസം ഏതാണ്? ഓപ്ഷൻ എ പ്രതിപതനം, ഓപ്ഷൻ ബി അപവർത്തനം, ഓപ്ഷൻ സി വിസരണം, ഓപ്ഷൻ ഡി വിസ്പർശനം. ഉത്തരം ഓപ്ഷൻ ബി അപവർത്തനം. മൂന്നാമത്തെ ചോദ്യം. അടുത്തു കിടക്കുന്ന വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്ത ദീർഘദൃഷ്ടി പരിഹരിക്കാൻ കണ്ണടകളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? ഓപ്ഷൻ എ കോൺകേവ്, ഓപ്ഷൻ ബി സിലിണ്ടറിക്കൽ ലെൻസ്, ഓപ്ഷൻ സി ബൈഫോക്കൽ ലെൻസ്, ഓപ്ഷൻ ഡി കോൺവെക്സ് ലെൻസ്. ഉത്തരം ഓപ്ഷൻ ഡി കോൺവെക്സ് ലെൻസ്. നാലാമത്തെ ചോദ്യം. ഒരു പദാർത്ഥം ദ്രാവകാവസ്ഥയിലേക്ക് മാറാതെ നേരിട്ട് ഖരാവസ്ഥയിൽ നിന്നും വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രതിഭാസം, ഉദാഹരണത്തിന് കർപ്പൂരം കത്തുന്നത്, ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ ഉൽപ്പതനം, ഓപ്ഷൻ ബി ബാഷ്പീകരണം, ഓപ്ഷൻ സി ഘനീഭവിക്കൽ, ഓപ്ഷൻ ഡി ദ്രവീകരണം. ഉത്തരം ഓപ്ഷൻ എ സബ്ലിമേഷൻ. അഞ്ചാമത്തെ ചോദ്യം. മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ താപനില ഫാരൻഹീറ്റ് അളവുകോലിൽ എത്രയാണ്? ഓപ്ഷൻ എ 37 ഡിഗ്രി ഫാരൻഹീറ്റ്, ഓപ്ഷൻ ബി 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്, ഓപ്ഷൻ സി 100 ഡിഗ്രി ഫാരൻഹീറ്റ്, ഓപ്ഷൻ ഡി 310 ഡിഗ്രി ഫാരൻഹീറ്റ്. ഉത്തരം ഓപ്ഷൻ ബി 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. ആറാമത്തെ ചോദ്യം. വസ്ത്രങ്ങൾ ഇസ്തിരിയിടാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് അയൺ ബോക്സിലെ ഹീറ്റിംഗ് കോയിൽ നിർമ്മിച്ചിരിക്കുന്നത് ഏത് ലോഹസങ്കരം കൊണ്ടാണ്? ഓപ്ഷൻ എ ടങ്സ്റ്റൺ, ഓപ്ഷൻ ബി ചെമ്പ്, ഓപ്ഷൻ സി നിക്രോം, ഓപ്ഷൻ ഡി അൽ നിക്കോ. ഉത്തരം ഓപ്ഷൻ സി നിക്രോം. ഏഴാമത്തെ ചോദ്യം. വൈദ്യുത ലൈനുകളിൽ ഉണ്ടാകുന്ന ഷോർട്ട് സർക്യൂട്ടുകളിൽ നിന്നും ഉപകരണങ്ങളെ സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഫ്യൂസ് വയറിന് ഉണ്ടായിരിക്കേണ്ട പ്രധാന സവിശേഷതകൾ എന്തെല്ലാം? ഓപ്ഷൻ എ ഉയർന്ന ഉരുകൽ നിലയും കുറഞ്ഞ പ്രതിരോധവും, ഓപ്ഷൻ ബി കുറഞ്ഞ ഉരുകൽ നിലയും ഉയർന്ന പ്രതിരോധവും, ഓപ്ഷൻ സി കുറഞ്ഞ ഉരുകൽ നിലയും കുറഞ്ഞ പ്രതിരോധവും, ഓപ്ഷൻ ഡി ഉയർന്ന ഉരുകൽ നിലയും ഉയർന്ന പ്രതിരോധവും. ഉത്തരം ഓപ്ഷൻ ബി കുറഞ്ഞ ഉരുകൽ നിലയും ഉയർന്ന പ്രതിരോധവും. എട്ടാമത്തെ ചോദ്യം. പവർ ഹൗസുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന യാന്ത്രികോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഓപ്ഷൻ എ ഇലക്ട്രിക് മോട്ടോർ, ഓപ്ഷൻ ബി ജനറേറ്റർ അല്ലെങ്കിൽ ഡൈനാമോ, ഓപ്ഷൻ സി ഇൻവെർട്ടർ, ഓപ്ഷൻ ഡി ട്രാൻസ്ഫോമർ. ഉത്തരം ഓപ്ഷൻ ബി ജനറേറ്റർ അല്ലെങ്കിൽ ഡൈനാമോ. ഒമ്പതാമത്തെ ചോദ്യം. നിശ്ചലാവസ്ഥയിലുള്ള ഒരു ബസ് പെട്ടെന്ന് മുന്നോട്ട് എടുക്കുമ്പോൾ യാത്രക്കാർ പുറകോട്ട് ആഞ്ഞു പോകാൻ കാരണമായ ജഡത്വം ഏതാണ്?
ഓപ്ഷൻ എ ചലന ജഡത്വം, ഓപ്ഷൻ ബി നിശ്ചല ജഡത്വം, ഓപ്ഷൻ സി ദിശാ ജഡത്വം, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ ബി നിശ്ചല ജഡത്വം. 10ാമത്തെ ചോദ്യം, തോക്കിൽ നിന്നും വെടിയുണ്ട മുന്നോട്ട് പായുമ്പോൾ തോക്ക് പിറകോട്ട് തള്ളുന്നത് ന്യൂട്ടന്റെ എത്രാമത്തെ ചലന നിയമത്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻ എ ഒന്നാം ചലന നിയമം, ഓപ്ഷൻ ബി രണ്ടാം ചലന നിയമം, ഓപ്ഷൻ ബി മൂന്നാം ചലന നിയമം, ഓപ്ഷൻ ഡി ഗുരുത്വാകർഷണ നിയമം. ഉത്തരം ഓപ്ഷൻ സി മൂന്നാം ചലന നിയമം. 11ാമത്തെ ചോദ്യം, മഴക്കാലത്ത് റോഡുകളിൽ വീണുകിടക്കുന്ന ഓയിലുകളിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ പല നിറങ്ങൾ കാണാൻ കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ്? ഓപ്ഷൻ എ വ്യതികരണം, ഓപ്ഷൻ ബി അപവർത്തനം, ഓപ്ഷൻ സി വിസരണം, ഓപ്ഷൻ ഡി പൂർണ്ണ ആഭ്യന്തര പ്രതിപതനം. ഉത്തരം ഓപ്ഷൻ എ വ്യതികരണം. 12ാമത്തെ ചോദ്യം, എണ്ണവിളക്കുകളിലെ തിരിയിലൂടെ മണ്ണെണ്ണ മുകളിലേക്ക് കയറുന്നതിന് പിന്നിലെ ഭൗതിക ശാസ്ത്ര തത്വം എന്താണ്? ഓപ്ഷൻ എ വിസ്കോസിറ്റി, ഓപ്ഷൻ ബി പ്രതലബലം, ഓപ്ഷൻ സി കേശികത്വം, ഓപ്ഷൻ ഡി പ്ലവക്ഷമത. ഉത്തരം ഓപ്ഷൻ സി കേശികത്വം. 13ാമത്തെ ചോദ്യം, വജ്രത്തിൻ്റെ തിളക്കത്തിനും എൻഡോസ്കോപ്പി പോലുള്ള മെഡിക്കൽ പരിശോധനയ്ക്കും കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം ഏത്? ഓപ്ഷൻ എ വിസരണം, ഓപ്ഷൻ ബി പൂർണ്ണ ആഭ്യന്തര പ്രതിപതനം, ഓപ്ഷൻ സി വിസ്പർശനം, ഓപ്ഷൻ ഡി ധ്രുവീകരണം. ഉത്തരം ഓപ്ഷൻ ബി പൂർണ്ണ ആഭ്യന്തര പ്രതിപതനം. 14ാമത്തെ ചോദ്യം, പ്രപഞ്ചത്തിലെ വലിയ ദൂരങ്ങൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ദൂര യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ എ പ്രകാശവർഷം, ഓപ്ഷൻ ബി പാർസെക്, ഓപ്ഷൻ സി അസ്ട്രോണമിക്കൽ യൂണിറ്റ്, ഓപ്ഷൻ ഡി കിലോമീറ്റർ. ഉത്തരം ഓപ്ഷൻ ബി പാർസെക്. 15ാമത്തെ ചോദ്യം, ടി വി റിമോട്ട് കൺട്രോളുകളിലും ശരീരവേദന സംബന്ധമായ തെറാപ്പികളിലും ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗങ്ങൾ ഏവ? ഓപ്ഷൻ എ അൾട്രാവയലറ്റ് രശ്മികൾ, ഓപ്ഷൻ ബി എക്സ്റേകൾ, ഓപ്ഷൻ സി ഇൻഫ്രാറെഡ് രശ്മികൾ, ഓപ്ഷൻ ഡി ഗാമ കിരണങ്ങൾ. ഉത്തരം ഓപ്ഷൻ സി ഇൻഫ്രാറെഡ് രശ്മികൾ. 16ാമത്തെ ചോദ്യം, ഒരു കാന്തം സ്വതന്ത്രമായി നൂലിൽ കെട്ടിയിട്ട് തൂക്കിയാൽ അതെപ്പോഴും വന്നു നിൽക്കുന്ന ദിശ ഏതാണ്? ഓപ്ഷൻ എ കിഴക്ക് പടിഞ്ഞാറ്, ഓപ്ഷൻ ബി തെക്ക് കിഴക്ക്, ഓപ്ഷൻ സി വടക്ക് തെക്ക്, ഓപ്ഷൻ ഡി വടക്ക് പടിഞ്ഞാറ്. ഉത്തരം ഓപ്ഷൻ സി വടക്ക് തെക്ക്. 17ാമത്തെ ചോദ്യം, ഒരു വ്യക്തിക്ക് ഭൂമിയിലുള്ള പിണ്ഡം 60 കിലോഗ്രാം ആണെങ്കിൽ ചന്ദ്രനിലെത്തുമ്പോൾ അയാളുടെ പിണ്ഡത്തിന് എന്ത് മാറ്റം ഉണ്ടാകും? ഓപ്ഷൻ എ 10 കിലോഗ്രാം ആയി കുറയും, ഓപ്ഷൻ ബി മാറ്റമില്ലാതെ 60 കിലോഗ്രാം ആയി തുടരും, ഓപ്ഷൻ സി 360 കിലോഗ്രാം ആയി കൂടും, ഓപ്ഷൻ ഡി 0 ആകും. ഉത്തരം ഓപ്ഷൻ ബി മാറ്റമില്ലാതെ 60 കിലോഗ്രാം ആയി തുടരും. 18ാമത്തെ ചോദ്യം, മനുഷ്യ കണ്ണിലെ റെറ്റിനയിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷത എന്താണ്? ഓപ്ഷൻ എ നേരെ ചൊവ്വയുള്ളതും യഥാർത്ഥമായതും, ഓപ്ഷൻ ബി തലകീഴായതും യഥാർത്ഥമായതും, ഓപ്ഷൻ സി തലകീഴായതും മിഥ്യയായതും, ഓപ്ഷൻ ഡി നേരെ ചൊവ്വയുള്ളതും മിഥ്യയായതും. ഉത്തരം ഓപ്ഷൻ ബി തലകീഴായതും യാഥാർത്ഥ്യമായതും. 19ാമത്തെ ചോദ്യം, താപനില കുറഞ്ഞു വന്ന് തന്മാത്രകളുടെ ചലനം പൂർണ്ണമായി നിലയ്ക്കുന്ന പരമശൂന്യ താപനില എത്രയാണ്? ഓപ്ഷൻ എ 0 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ ബി -273.15 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ സി -100 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ ഡി -459.6 ഡിഗ്രി സെൽഷ്യസ്. ഉത്തരം ഓപ്ഷൻ ബി -273.15 ഡിഗ്രി സെൽഷ്യസ് അഥവാ 0 കെൽവിൻ. 20ാമത്തെ ചോദ്യം, അണുബോംബിൻ്റെയും നിലവിലുള്ള ന്യൂക്ലിയർ പവർ പ്ലാന്റുകളുടെയും പ്രവർത്തനത്തിന് അടിസ്ഥാനമായ പ്രക്രിയ ഏതാണ്? ഓപ്ഷൻ എ ന്യൂക്ലിയർ ഫ്യൂഷൻ, ഓപ്ഷൻ ബി ന്യൂക്ലിയർ ഫിഷൻ, ഓപ്ഷൻ സി അയോണീകരണം, ഓപ്ഷൻ ഡി പ്രകാശ വൈദ്യുത പ്രഭാവം.
ഉത്തരം ഓപ്ഷൻ ബി ന്യൂക്ലിയർ ഫിഷൻ. നമ്മുടെ 20 ചോദ്യങ്ങൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 20 ചോദ്യത്തിന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ സത്യസന്ധമായിട്ട് തന്നെ കമൻറ്റ് ചെയ്യുക. ഞാനിപ്പോൾ നിങ്ങൾക്ക് 1 വേർഡായിട്ട് ആൻസർ കീ താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങളത് പഠിച്ചു പോകാനായിട്ട് നോക്കുക കേട്ടോ. നമ്മൾ ഫസ്റ്റ് ചോദ്യം പഠിച്ചു. സോണാർ ഉപയോഗിക്കുന്ന തരംഗം ഏതാണ്? അൾട്രാസോണിക് തരംഗങ്ങളാണ്. പ്രകാശത്തിൻ്റെ പാത വ്യതിയാനം ചെയ്യുന്ന പ്രതിഭാസം അപവർത്തനം. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ്. ഖരം നേരിട്ട് വാതകമാകുന്ന പ്രതിഭാസം ഉത്പതനം. മനുഷ്യ ശരീരത്തിലെ സാധാരണ താപനില എത്ര ഫാരൻഹീറ്റ്? 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. ഇലക്ട്രിക് അയേണിലെ ഹീറ്റിംഗ് കോയിൽ ഏതാണ്? നിക്രോം. ഫ്യൂസ് വയറിൻ്റെ സവിശേഷത എന്താണ്? കുറഞ്ഞ ഉരുകൽ നിലയും ഉയർന്ന പ്രതിരോധവും. യാന്ത്രികോർജം എന്നാൽ വൈദ്യുതോർജമാകുന്ന ഉപകരണം ഏത്? ജനറേറ്റർ അല്ലെങ്കിൽ ഡൈനാമോ. ബസ് എടുക്കുമ്പോൾ യാത്രക്കാർ പുറകോട്ട് പോകാൻ കാരണം നിശ്ചല ജഡത്വം. തോക്കിൽ നിന്നുള്ള റിക്കോയിൽ ഏത് നിയമത്തിന് ഉദാഹരണമാണ്? ന്യൂട്ടൻ്റെ 3ാം ചലന നിയമം. എണ്ണപ്പാളികളിലെ വർണ്ണങ്ങൾക്ക് കാരണമാകുന്ന പ്രതിഭാസം ഏതാണ്? വ്യതികരണം. വിളക്കിൽ തിരിയിലൂടെ എണ്ണ മുകളിലേക്ക് കയറാൻ കാരണമായത് കാപ്പിലാരിറ്റി അഥവാ കേശികത്വം. വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രതിഭാസം പൂർണ്ണ ആഭ്യന്തര പ്രതിപതനം. പ്രപഞ്ചത്തിലെ ദൂരം അളക്കുന്ന ഏറ്റവും വലിയ യൂണിറ്റ് പാർസെക്. TV റിമോട്ടിൽ ഉപയോഗിക്കുന്ന തരംഗം ഇൻഫ്രാറെഡ് രശ്മികൾ. കാന്തം സ്വതന്ത്രമായി തൂക്കിയിട്ടാൽ നിൽക്കുന്ന ദിശ വടക്ക് തെക്ക്. ഭൂമിയിൽ 60 കിലോഗ്രാം ഉള്ളയാൾ ചന്ദ്രനിലെ പിണ്ഡം എത്രയാണ്? മാറ്റമില്ലാതെ 60 കിലോഗ്രാമായി തന്നെ തുടരും. റെറ്റിനയിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ സ്വഭാവം തലകീഴായും യഥാർത്ഥമായതും. പരമശൂന്യ താപനില 273.15 ഡിഗ്രി സെൽഷ്യസ് അഥവാ 0 കെൽവിൻ. അണുബോംബിൻ്റെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫിഷൻ. അപ്പോൾ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിലും കൂടിയാണ് ഞാനിപ്പോൾ ഈ ആൻസർക്ക് 1 വേർഡായിട്ട് ക്വസ്റ്റിനും 1 വേർഡായിട്ടാണ് ആൻസർ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കണം. അടുത്ത സബ്ജക്റ്റായിട്ട് ഞാൻ വീണ്ടും വരും. താങ്ക് യു.